ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലേക്കാണ്. ആക്ച്വലി ഞാനിന്ന് രാത്രി പോകാൻ ഇരുന്നതാണ് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറവേനെ കണ്ടുമുട്ടിയത്. അപ്പോൾ മച്ചാൻ പറഞ്ഞു ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ നമുക്ക് രണ്ടുപേർ കൂടെ വിടാം. അപ്പോൾ നമ്മൾ നേരെ പറവയുടെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ പോകണം. മച്ചന്മാരെ, അങ്ങനെ രാവിലെയായി. നമ്മൾ ശരിക്കും 2 ബൈക്കിലാണ് പോരാൻ ഇരുന്നതെങ്കിലും മോർണിംഗ് നോക്കിയപ്പോൾ നമ്മുടെ പറവയുടെ വണ്ടി ഷോക്ക് ലീക്കായി കിടക്കുന്നു. അപ്പോൾ പിന്നെ പതുക്കെ പറവയുടെ വണ്ടി ക്യാൻസൽ ചെയ്തു. അപ്പോൾ പറവ നൈസായിട്ട് എൻ്റെ വണ്ടിയുടെ പുറകിലേക്കും കയറി. ഇടുക്കി. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പില്ലിൻ വെച്ചിട്ടൊരു ദൂരം പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു 300 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുണ്ട്. ബാഗ് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏകദേശം നമ്മൾ തൃശ്ശൂർ എത്താറായി. ഇതുവരെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടും ഒത്തിരി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടും. പില്ലിൻ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളങ്ങനെ തൃശ്ശൂർ ടു കൊച്ചി നാഷണൽ ഹൈവേയിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. നോക്കിയിട്ട് നല്ല കാർമേഘം കാണുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് അങ്കമാലി കറുകുറ്റി പാലത്തിൽ മുകളിൽ കൂടെയാണ്. ലോറിക്കാരൻ ചേട്ടൻ നമ്മളോട് എവിടെ പോകാമെന്ന് ചോദിക്കുക. അങ്കമാലിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാലടി എത്തി, പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോതമംഗലം എത്തി. ഇടുക്കിയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിമംഗലം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ നേരിമംഗലം ആ കാട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷനാണ് നമുക്കുള്ളത്. ഈ കാട്ടിലേക്ക് കയറുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ. അത് എന്നെ പോലെ തന്നെ ഈ വഴി പോകുന്ന എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നേരെ ഇടുക്കി പിടിക്കാമെന്നുള്ളൊരു പ്ലാനുമായിട്ട് ഞാനും ഇവനും കൂടെ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനൊന്നുമില്ല. നമ്മൾ ഇടുക്കിയിൽ ഈ പ്രാവശ്യം എവിടെ എവിടെയെങ്കിലും കയറും. വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന പാറയിൽ കൂടെയൊക്കെ കണ്ടോ, ചെറുതായിട്ട് വെള്ളം ഇറങ്ങി നിൽക്കുന്നുണ്ടോ. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പകുതി വെച്ച് നിർത്തി വെച്ചൊക്കെയാണ്. കാറ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടും. എന്നെ സംബന്ധിച്ച് യാത്ര ചെയ്യുക എന്നതിൽ ഉപരിയായിട്ടുള്ളൊരു സന്തോഷം മറ്റൊന്നുമില്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ജോലിയുടെ ഇടയിലുള്ള പ്രഷറും കാര്യങ്ങളും അങ്ങനെ കോള് അത് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുള്ളൊരു എസ്കേപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ യാത്ര തുടങ്ങിയത്. കമ്മട്ടിപ്പാടത്തിൽ നമ്മുടെ ദുൽഖർ സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഈ ഒരു ലൊക്കേഷനാണ്. കണ്ടോ, യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓൾവേസ് ഒരു ഫ്രഷാണ്. നമുക്ക് അടുത്ത ഒരാഴ്ചത്തേക്ക് വർക്ക് ചെയ്യാനുള്ളൊരു എനർജി. നമുക്കൊരു 300 കിലോമീറ്റർ ഇതുപോലുള്ള കാടും അല്ലെങ്കിൽ മലകളും അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തോടെയൊക്കെ വണ്ടി ഓടിച്ചാൽ കിട്ടും. ശരി, എഴുന്നേറ്റ് വെക്കാം. ആക്ച്വലി ഒരു വണ്ടിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും നമ്മളൊരു സ്വപ്നത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു പ്രതീക്ഷയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. എടാ, ഇത് കണ്ടോ നീ? ഓ, നോക്കി താഴേക്ക് നോക്കി. പൊന്നെ, റോഡ് തന്നെ കാണാൻ എന്ത് രസമാണ്. ഒരു മാരക വ്യൂ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് ഇടുക്കി പോന്നാലും ഞാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ മണാലിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ അതുപോലത്തെ ഒരു സെയിം വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free.
you know I'm addicted to you. And it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby, you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion, even though I offer all of the solutions. I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you I knew this. When I'm with you I feel so useless, I feel diluted, my heart's been wounded. Silhouettes of you are like a taunt, never really know just what you want. With you I don't ever feel calm, I can feel the sweat inside my palms. Play with me like cats and a string, you don't understand the pain it brings. You don't ever wanna give me wings, you don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby, you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Then will you get bored of killing me? And will you get bored of killing me? And will you get bored of killing me? And will you get bored of killing me? അവർ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇപ്പോൾ ആക്ച്വലി ഈ റോഡ് ഇപ്പോൾ ഇവിടെ അബാൻഡൻഡ് ആണ്, ഉപേക്ഷിച്ചേക്കുന്ന ഒരു റോഡാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത ഒരു തൂക്കുപാലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ സംഭവം ഈ പാലം കുറേ വർഷങ്ങൾക്ക് മുന്നേ പണിതാണല്ലോ, ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പോകുന്ന സമയത്ത് നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സൈക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ താഴെ കൂടെയൊക്കെ ഒത്തിരി ഇറങ്ങി നടന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലുതായതിന് ശേഷം എപ്പോൾ വന്നാലും ഇവിടെ ഒരു ഫ്രഷ്നെസ്സാണ് ഫീൽ ചെയ്യുന്നത്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെയധികം രസകരമായൊരു കാര്യമാണത്. നമ്മളിപ്പോൾ ഫേമസ് ആയിട്ടുള്ള പൊന്മുടിയിലുള്ള തൂക്കുപാലത്തിലാണ്. ആരെങ്കിലും ഈ ഒരു സൈഡിലൂടെ ഇടുക്കി പൊന്മുടി ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ്. ചെറിയൊരു ഡൈവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാലത്തിൽ കൂടെ കയറി നിങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
മച്ചന്മാരെ ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഡാമാണ്. ഈ ഡാമിൻ്റെ പേര് പൊന്മുടി ഡാം എന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പൊന്മുടി അല്ല കേട്ടോ, ഇത് ഇടുക്കിയിലുള്ളൊരു പൊന്മുടിയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. ഇതിലെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാലും ഒരു പ്രത്യേക ഫീലാണ്. കുഞ്ഞിലെ നമ്മളിവിടെയൊക്കെ വന്നിരുന്ന് ചൂണ്ടിയിടലും കാര്യങ്ങളും ഉണ്ട്. ഇത് ഇപ്പോഴും ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ. പപ്പയ്ക്ക് ഇപ്പോഴും ചൂണ്ടിയിടാനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഡാം. അപ്പോൾ ഇതിൽ കൂടെ ഒരു വണ്ടി ഓടിക്കണമെന്ന് പണ്ടോട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് ഈ ഒരു സമയത്താണ് സാധിച്ചത്. അതാ പറഞ്ഞു, ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പെടുമോ. കാരണം ഇതൊരു സ്ലോപ്പാണ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനൂടെ ഉള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും വലിച്ച് കയറ്റാം എന്നുള്ള രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാ ഇതിൻ്റെ പുറകിൽ ഒരു പിരികേറ്റി തരുന്നൊരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പോൾ രണ്ടുപേരുള്ളതുകൊണ്ട് നേരെ ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതിൽ വണ്ടി ഓടിക്കുമ്പോഴും കിട്ടുന്നൊരു ഫീൽ അടിപൊളിയാണ്. ഇവിടെ ഒരു വള്ളമുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഓ മൈ ഗോഡ്, ഇത് വള്ളം മൊത്തം തകർന്നു പോയതാണ്. വി ക്യാൻ ഡു എനിത്തിങ്. ഒരു തുരുമ്പുണ്ട്. ഓക്കെ, കിളിയുടെ സൗണ്ട് നോക്കി. ഓ, ഇത് മറ്റേ സാധനമാടാ, മറ്റേ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ മറ്റേ ഇത് നിറയ്ക്കും, ടാങ്ക് പോലത്തെ സാധനം. എന്നിട്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കും സംഭവം. വെള്ളം കറക്റ്റ്, നമ്മൾ തലയും കുത്തി ഉണ്ടാവുക. പിന്നെ വെള്ളം പൊങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് പെട്ടുപോയതായിരിക്കും അല്ലേ. നോക്കി കയറണം എൻ്റെ പൊന്നെ. ഓട്ടെ, മാൻ വേഴ്സസ് വൈൽഡ് വിത്ത് പറവ. നീ നടക്ക്, വഴിയൊന്നും ഇല്ല ഇവിടെ. പറവ പാവം നടന്ന് പട്ടിയായി. ഇനി അവൻ എങ്ങനെയെങ്കിലും വീടെത്തിയാ മതി. ചെരുപ്പ് ആരെങ്കിലും പറഞ്ഞാ വള്ളി ചെരുപ്പ് ഇട്ടുകൊണ്ട് വരാനായിട്ട്. നമ്മുടെ മച്ചാൻ നമ്മുടെ ഇവിടെ നടന്ന് അത്യാവശ്യം അടുത്തും തോന്നുന്നു. മച്ചാൻ നല്ലൊരു എനർജിക്കായ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു വന്ന സമയത്ത് തന്നെ. ഇപ്പോൾ അവൻ ഏകദേശം ഇഴഞ്ഞ് തുഴഞ്ഞ്. ഇറങ്ങിക്കോ, എന്തുകൊണ്ട് രസമായിരുന്നു ഈ ഒരു സ്ഥലം. നമ്മൾ ടയേർഡായെങ്കിലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. എക്സ്പ്ലോർ ദ അൺഎക്സ്പ്ലോർ എന്ന് പറഞ്ഞ പോലെ ഇതിലൊന്നും ആരും ഇതുവരെ വന്നൊരു വീഡിയോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ബട്ട് എന്തായാലും തീർച്ചയായിട്ടും ഒരു അടിപൊളി സംഭവമായിരുന്നു. വരെ അങ്ങനെ നമ്മുടെ ഇടുക്കി യാത്ര കഴിയുവാണ്. ഈ ഒരു ഇടുക്കി യാത്രയിൽ വലിയ കാര്യമായ സംഭവങ്ങളൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു പ്യുവർ ഹാർട്ട് റൈഡായിരുന്നു. നമ്മൾ രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്തു. വളരെയധികം സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇനിയും കുറച്ച് ദിവസത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളിലൂടെ കയറി പോകാമെന്നുള്ളൊരു വിഷമം മാത്രമേ മനസ്സിലുള്ളൂ. മച്ചന്മാർ ഇടുക്കിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എൻ്റെ ഇടുക്കിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെയധികം വിചാരിച്ചിട്ടുണ്ട്, ഇതെന്തൊരു കഷ്ടകാലമാണ് ഞാൻ ഈ ഇടുക്കി വന്ന് ജനിച്ചത്. ഇവിടെ എന്താണുള്ളത്, മൊത്തം കുന്നുകളും മലകളും മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് വല്ല സിറ്റിയിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ കളിയാക്കുമായിരുന്നു.
ഇടുക്കിയിലാണ്, നിങ്ങൾ വള്ളിയിലൊക്കെ തൂങ്ങിയിട്ടല്ലേ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കും നമ്മൾ ജനിച്ച ഒരു സിറ്റിയിലൊക്കെ ജനിക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നത്. പക്ഷേ ഗായ്സ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം നമ്മൾ ശരിക്കും സിറ്റിയിലൊക്കെ ജീവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഗ്രാമപ്രദേശങ്ങൾ അതുപോലെ തന്നെ ഇടുക്കിയും അതുപോലെയൊക്കെയുള്ള ഉള്ളിലേക്കുള്ള പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു സ്നേഹവും അവരുടെ മനസ്സും ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് ഒരിക്കലും ഒരു സിറ്റി ലൈഫിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ തേടി തിരിച്ചു വരികയാണ് ചെയ്യുക. അതായത് നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ആ ഒരു നമ്മൾ ആ ജനിച്ച സ്ഥലം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അവിടെ നമുക്ക് കിട്ടിയ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും അത് നമുക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുക്കി മാടി വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ മിക്ക വീഡിയോയിലും കൂടുതലും ഞാൻ ട്രാവൽ ചെയ്യുന്ന ഇടുക്കിയിലേക്കാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇടുക്കിയിലേക്ക് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു റീസണും കൂടി ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പോയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് വളരെയധികം നന്ദി. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും 1000 നന്ദി ഗായ്സ്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ പുതിയ അഡ്വഞ്ചർ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ് ഗായ്സ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ അൺനോൺ പ്ലേസസ് ഉണ്ട്. അത് തേടി ഞാനും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.